നമ്മളിന്ന് തലശ്ശേരിയിലാണ് ഉള്ളത്. അങ്ങനെ പറഞ്ഞാൽ പാരീസ് ഹോട്ടൽ അറിയോ നിങ്ങൾക്ക്? തലശ്ശേരിയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഇവിടുത്തെ ബിരിയാണി, ഈ ഹോട്ടലും. ഞാനിവിടെ എത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇന്ന് എൻ്റെ നാട്ടിലെ പള്ളിപ്പെരുന്നാളാണ്. പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലെത്തുന്നത് 10:30-11 മണിയായി. ഈ സമയത്ത് അവിടെ എത്തിയ എല്ലാവരും എന്നെ നോക്കും. ഇൻട്രോവേർട്ടായ എനിക്ക് അത് വലിയ നാണക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു എല്ലാവരും അവിടെ ഫുഡുള്ളതുകൊണ്ട് പള്ളിയിൽ പോയി അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടേ വരുള്ളൂ. നിനക്ക് കഴിക്കാൻ ഫുഡില്ലല്ലോ, വാ നമുക്ക് പോയി ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പപ്പ എന്നെയും കൂട്ടി ഇറങ്ങിയതാണ്. ബദ്രയിൽ പോകാൻ നിന്ന് എന്നെ പപ്പ ടെസ്റ്റ് ചെയ്തിട്ട് പാരീസിലെത്തിച്ചു. അങ്ങനെ 3 ബിരിയാണി വാങ്ങി ഞങ്ങൾ ഇറങ്ങി. വരുന്ന വഴിക്ക് എൻ്റെ മോന് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് പപ്പ നല്ല കട നോക്കി നിർത്തണം എന്ന് പറഞ്ഞിട്ട് നിർത്തി. അങ്ങനെ അതിലേത് മുട്ടായി വേണമെന്നുള്ള ഡിസ്കഷനാണ് ഇപ്പം നടത്തിയത്. എനിക്കിന്ന് വരെ ഒരു മുട്ടായി പോലും വാങ്ങിത്തരാത്ത ആളാണ് എന്നോട് തന്നെ ഡിസ്കഷൻ ചോദിക്കുന്നത്. വാട്ട് എ ട്വിസ്റ്റ്. എനിവേ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ തന്നെ ഞാൻ അൺബോക്സിങ് തുടങ്ങി. പാരീസ് പേരൊക്കെ ആയിട്ട് നല്ല പൊതിഞ്ഞ് അങ്ങനെയാണ് ഇവർ ബിരിയാണി തരുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു വാഴയില കാണാം. ഈ വാഴയില തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആയ്, ലഗോൺ ബിരിയാണിയാണേ. ദമ്മൊക്കെ ഇട്ട് നല്ല വെന്തിട്ടുള്ള കണ്ടോ, ലെഗ് പീസ് ഉണ്ട്, അത്യാവശ്യം ഒരു വലിയ വേറൊരു പീസും കൂടി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പപ്പ എനിക്ക് ഈ തൈര് ഒഴിച്ചു തന്നു. ഞാൻ തൈര് എന്നാണ് പറയാറ്. പൊതുവേ ഇതിന് സള്ളാസ്, കച്ചമ്പർ അങ്ങനെയൊക്കെയാണ് പറയാറ്. എൻ്റെ അമ്മ കോഴിക്കോടും പപ്പ തലശ്ശേരിയായതുകൊണ്ട് എനിക്ക് മിക്സ് ആയിട്ടുള്ള ലാംഗ്വേജാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. പുറത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ നമ്മൾ പ്രസിഡൻറ്റി വരിക, നല്ല പാട്ടൊക്കെ വെച്ചിട്ട്. പ്രസിഡൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ പ്രസിഡൻറ്റ്. അതായത് ഞങ്ങളുടെ പത്രോസിൻ്റെ പള്ളിയാണല്ലോ. പത്രോസ് കർത്താവിൻ്റെ ശിഷ്യനാണ്, ആദ്യത്തെ ശിഷ്യൻ, അതായത് കർത്താവിൻ്റെ പ്രസിഡൻറ്റ്. അതുപോലെ പള്ളിയിലെ ഒരു പ്രസിഡൻറ്റ്. എല്ലാ കൊല്ലം ഓരോരുത്തരാവും. ഈ കല്യാണ ചെക്കനെ പോലത്തെ ചങ്ങായിയാണ് നമ്മളെ ഈ കൊല്ലത്തെ പ്രസിഡൻറ്റ്. അതിൻ്റെ മുമ്പിൽ പോയാൽ എന്തിനാണാവോ എനിക്ക് കൈ കാണിച്ച്. ഞാനെന്തായാലും വന്ന് ഡാൻസ് കളിക്കാൻ പോകുന്നില്ല. ബാക്ക് ടു ബിരിയാണി. എനിക്കൊരു ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് ഞാൻ അതിൽ നിന്ന് കുറച്ച് പിച്ച് പിച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ ഫുള്ളായിട്ട് കൊടുത്താൽ ആ ചിക്കൻ മാത്രം കഴിക്കും, ചോറ് കഴിക്കില്ല. അതുകൊണ്ട് അവൻ തിരുമ്പ് കൊടുക്കാമെന്ന് വെച്ചു. അവനത് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓടിപ്പോയി പ്രസിഡൻറ്റിൻ്റെ റിട്ടേൺ നോക്കാൻ പോയിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതായത് പ്രസിഡൻ്റ് ആരാണെന്ന് എല്ലാവരും അറിയണ്ടേ. അതിന് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് പള്ളി അങ്ങ് ദൂരെയാണ്, അവിടെ നിന്ന് ഇങ്ങേറ്റം വരെ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് പപ്പ എനിക്ക് വെർജിൻ കോക്കനട്ട് ഓയിലും ത്രിഫല ചൂർണവും തന്നു. അവിടെ ഉണ്ടായതാണ്. ഇതാണ് എൻ്റെ ആൻറ്റി. ആൻറ്റി വന്നിട്ട് പറഞ്ഞു നമുക്ക് മാളിൽ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു മാളുണ്ട്, അതാണ് ഡൗൺ ടൗൺ മാൾ. അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പൊതുവേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ എത്തുമ്പോൾ നോക്കിക്കോളെ, തുറക്കൂ സീസേ. ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഒരു നേർച്ചയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ഇത്ര വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഡൗൺ ടൗൺ മാളിൽ വരുന്നത്. ഇതെന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കും. അതെന്താ അങ്ങനെയെന്ന് എനിക്കും അറിയില്ല. ഈ മാൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 17-18 കൊല്ലമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ +2 പഠിക്കുമ്പോൾ ഇവിടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് തൊട്ട് വന്നതായിട്ടാണ്. ഞാനിടയ്ക്ക് വരാറുണ്ടല്ലോ. അമ്മേനെ ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല, അമ്മയായിട്ട് വന്നിട്ടുമില്ല, ഞാനൊട്ട് വിളിച്ചപ്പോൾ അമ്മ വന്നതുമില്ല. അങ്ങനെ ഇന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത്. അതിനിടയ്ക്ക് ഞാനൊരു നേർച്ച പറയില്ലേ, ആ നേർച്ചയാണ് ഈ നടക്കുന്നത്. എൻ്റെ മോന് ഇവിടെ വന്നാൽ എപ്പോഴും കയറുമ്പോൾ തന്നെ 100 രൂപ ഈ ചേട്ടന് കൊടുത്തില്ലെങ്കിൽ വലിയ സങ്കടമാണ്. അതുകൊണ്ട് ഒരു 5 റൗണ്ടിന് ഒരു 100 രൂപയും കൊടുത്ത് ഇതിങ്ങനെ കറങ്ങി ഒരു 5-6 റൗണ്ട് വരലാണ് ഇവൻ്റെ മെയിൻ പണി. അത് കൊടുത്ത ആൾ ഹാപ്പിയാണ്. ഇതൊരു ന്യൂ ബിസിനസ് ഐഡിയ ആണ്. ശരിക്കും കുറച്ച് കാറൊക്കെ എടുത്ത് ഇങ്ങനെ ഓടിച്ചാൽ ഓരോരുത്തരും 100 രൂപ വെച്ച് കൊടുത്താൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവില്ലേ. ഇതാണ് എസ്കലേറ്ററിൽ കയറാനുള്ള തർക്കം. അമ്മേൻ്റെ വയലിരിക്കുന്ന എല്ലാം കെട്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അമ്മയ്ക്ക് കയറാൻ പേടിയാണ്. അതുകൊണ്ട് ഞാനും മോനെ എസ്കലേറ്ററിൽ കയറി, അമ്മയും ആൻറ്റിയും ലിഫ്റ്റിൽ കയറി നേരെ മാക്സിലോട്ട് വന്നു. ഡ്രസ്സൊന്നും എടുക്കാനില്ലെങ്കിലും ഈ ഡ്രസ്സ് കടയിൽ കയറുന്നത് ഈ ലേഡീസിനൊരു ഹാബിറ്റാണല്ലോ. അങ്ങനെ വെറുതെ നോക്കി ഒരേ തരത്തിലെ പല കളറുള്ള ഡ്രസ്സ് എടുക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ പണി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്ന എന്തെങ്കിലും ഡ്രസ്സ് വേണം. ഒരുപാട് ആർഭാടുള്ളതൊന്നും ഇട്ട് നടക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല.
ഇവിടെയാണെങ്കിൽ അത്യാവശ്യം അങ്ങനത്തെ നല്ല കളക്ഷൻസും ഉണ്ട്. പണ്ടൊക്കെ മാക്സിൽ വലിയ വില കൂടുതലാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാറില്ല. എൻ്റെ ചെറിയ കടകളിൽ പോയി നല്ല വിലയും കൊടുത്ത് ഡ്രസ്സ് വാങ്ങി വരാറാണ് എൻ്റെ പതിവ്. അതിനിടയ്ക്ക് എനിക്കൊന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി, എൻ്റെ മോനെ. അപ്പം തൊട്ട് മേലത്തെ കുട്ടികളുടെ സെക്ഷനിൽ പോയി അവനും എടുത്തു കൊടുത്തു 2 ഡ്രസ്സ്. അങ്ങനെ പ്ലേ ഏരിയയിൽ പോയി അവന് വേണ്ട റൈഡിലൊക്കെ അവൻ കയറിയിട്ടുണ്ട്. ഒരു 100 രൂപേൻ്റെ ഒരു കാർഡിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ കളിച്ച് തീർക്കുന്നത്. സംഭവം ഇത് എന്താണെന്ന് പോലും അവന് വലിയ ഐഡിയ ഒന്നുമില്ല. അവൻ വെറുതെ തിരിക്കുന്നു, ഇതാടുന്നു എന്ന് മാത്രമേ അവനറിയൂ. ഇതിൽ അങ്ങോട്ടാക്ക് ഇങ്ങോട്ടാക്ക് എന്നൊക്കെ ഞാനിതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അവസാനം കണ്ട് നിന്ന് എനിക്ക് ക്ഷമ നശിച്ചു. അപ്പം ഞാൻ നൈസായിട്ട് പോയിട്ട്, മോനെ ഇത് ഇങ്ങനെയല്ല കളിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ സൈഡിൽ കൂടെ പിടിച്ച് ഉള്ള കോയിൻസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അവൻ ഈ ബോംബിലൊക്കെ പോയി തട്ടിച്ച് ഞാൻ കളക്ട് ചെയ്ത കോയിൻസൊക്കെ പോക്കുകയും ചെയ്തു. അതാ കണ്ടില്ലേ. പിന്നെ ഞങ്ങൾക്ക് ക്ഷീണമായി. ആൻറ്റിയും മോനും ഓരോ ഐസ്ക്രീം കഴിച്ചു. അത് വീഡിയോ കിട്ടിയില്ല. പിന്നെ ഞങ്ങളൊരു കോഫി കുടിച്ചു, മോനൊരു ജ്യൂസും കുടിച്ചു. പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വാങ്ങിയപ്പോഴേ തീർന്നു. പിന്നെ ഒരു ലേസ് മിക്സ് എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങി. ഇതാ ആ ചങ്ങായി ചെയ്യുന്ന കേട്ടോ. എന്തൊക്കെയായിട്ട് ലേസ് ഇട്ടു, നല്ല എരിവുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇന്നെന്തോ എനിക്കിത് ഇത്ര ഇഷ്ടമായില്ല. അങ്ങനെ കഴിച്ച് ഇറങ്ങി ഞങ്ങളിതാ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു ചുറ്റിൽ കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോവാം.